അസ്സലാമു അലൈക്കും. ലേനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് നിറയെ ഒരു മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം ഞാൻ കാണിക്കാൻ പോകുന്നത്. മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കാം. ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുത്തോളി, അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞാൻ ആകെ ഒന്നുള്ളൂ എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തിട്ടുള്ളത്. നിങ്ങളാരും ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തയും വെറൈറ്റി ഒരു സ്നാക്സാണ് ഇത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അധികം ചേരുവകളോ ഒന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ തൊലി കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാനോ വിരുന്നുകാർ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയൊരു വെറൈറ്റി ഐറ്റമാണിത്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്, വലിയ ഗ്രേറ്ററിലല്ല ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. വലിയ ഹോളിലാകുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂടുന്നത്. ഞാൻ വേവിച്ചെടുക്കുക ഒന്നും ചെയ്യണില്ല, മധുരക്കിഴങ്ങിന് അധികം വേവൊന്നുമില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കഴിക്കണ സമയത്ത് ഇതെന്താ റെസിപ്പിന്ന് എന്തായാലും ചോദിക്കും. ഇതെന്താണെന്ന് അറിയാൻ ഒരിക്കലും പറ്റൂല, അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കണ്ടില്ലേ, ചെറിയ കനം കുറച്ചുള്ള ഗ്രേറ്ററിലാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തത്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒക്കെ ഉണ്ട്, ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഗ്രേറ്റ് ചെയ്ത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലാണ് ഞാൻ മസാലകളൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പുതിനയില, കറിവേപ്പില, ഒരു പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറേശ്ശെ ആദ്യം ഇട്ട് കൊടുത്തു, വീഡിയോ കട്ട് ചെയ്തതിൻ്റെ പിന്നെ കുറച്ച് കമ്മിയാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി ഇട്ടതാണ്, വീഡിയോ കട്ടായി പോയതാണ്. ആവശ്യത്തിന് മുളകും പൊടിയും ചേർത്ത് കൊടുക്കാം, ഒരു പച്ചമുളകും ചേർത്തുക്കണമല്ലോ. പിന്നെ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു മധുരക്കിഴങ്ങ് മാത്രമുള്ളല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേർക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ മൈദമാവും കോൺഫ്ലവറും ചേർക്കണം. ഇത് ഞാൻ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണില്ല, വെള്ളമോ എണ്ണയോ ഓയിലോ ഒന്നും ചേർക്കണില്ല. അത് ഇങ്ങനെ തന്നെ ഈ വെള്ളത്തിൽ മധുരക്കിഴങ്ങിൻ്റെ വെള്ളം ഉണ്ട് ഇതിൽ, അത് മാത്രം മതി. ഇത് നന്നായി കുഴച്ചെടുക്കാം. മസാലകളും ഉപ്പും ഒക്കെ എല്ലായിടത്ത് എത്തണ തക്കത്തിൽ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ വീഡിയോ കട്ടാക്കാതെ കാണിക്കണോണ്ടാണ് ഇതിങ്ങനെ. എത്ര സമയം തന്നെ മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ഐറ്റമാണിത്. ഇതിപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്ത് മസാലകളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും എത്തി. ഇപ്പോൾ ഇതേപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു കട്ട്ലൈറ്റിൻ്റെ രീതിയിൽ കനം കുറച്ചിട്ടാണ് ഇങ്ങനെ ഉരുട്ടിയെടുക്കണത്. ചെറിയ ബോളാക്കിയിട്ടാണ് കേട്ടോ, കട്ട്ലൈറ്റിൻ്റെ അതേ കട്ടിങ് വലിപ്പമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇത് കൈമ എണ്ണയൊക്കെ അത് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യണില്ല. ഞാൻ കൈമ ഓയിലോ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല, എന്നാലും കൈമ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യണില്ല. പെട്ടെന്ന് ഉരുട്ടിയെടുക്കാം. ഇത് ഞാൻ മൊത്തത്തിൽ ഇതേ ഷേപ്പിൽ തന്നെയാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇത് വട ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം, ഉന്നക്കായ മോഡൽ ഒക്കെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഉരുട്ടിയെടുത്ത് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കാണാൻ നന്നായി ഇളക്കിയെടുക്കണം. ഇപ്പം ഞാൻ എണ്ണ ചൂടാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ചെറിയൊരു പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതെന്താ വെച്ചാൽ എണ്ണ കൂടുതൽ വേസ്റ്റ് ആക്കേണ്ട കരുതിയിട്ടാണ്. ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കണ്ട് ഇത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ബ്രെഡ് കംസ് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ അതൊന്നും ചേർക്കണില്ല. ഇത് പെട്ടെന്ന് ഒരു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ.
അപ്പോൾ പിന്നെ ഞാൻ ബ്രെഡ് ക്രംസിൻ്റെ പൊടിയോ ഒന്നും ചേർക്കാതെയും എണ്ണ അധികം കുടിക്കുകയോ ഒന്നും ചെയ്യണില്ല. പാർന്ന എണ്ണ അതിൽ തന്നെ ഉണ്ട്. എണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലാക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി ഉള്ളു വേവാൻ സാധ്യത ഉണ്ടാവില്ല. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാലും സിമ്മിലാക്കിയാണ്ട് വേവിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭാഗം മാറ്റി കൊടുക്കുകയാണ്. ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. മധുരക്കിഴങ്ങ് പുഴുങ്ങാനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒന്നൊക്കെ എടുത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കിട്ടിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനേ നമുക്ക് തോന്നുള്ളൂ. അത്രക്കും നല്ല സൂപ്പർ ടേസ്റ്റാണിത്. ഇതിപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റാം. ഇതിൻ്റെ ബ്രൗൺ കളർ വരുന്നതാണ് ഇതിൻ്റെ പാകം. ചെറിയ തീയിലുമാണല്ലോ വേവിച്ചെടുക്കുന്നത്. ഇതൊരു മിനി കട്ട്ലേറ്റ് എന്ന് പറയാം. ഇത് കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിതൊരു വെറൈറ്റി ഉണ്ടാക്കി നോക്കിയതാണ്. കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റും. ബാക്കി മൊത്തം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു മുട്ട ഇതിലേക്ക് കണക്കായിരുന്നു കേട്ടോ. വേസ്റ്റായിട്ടും വന്നിട്ടില്ല, തികയാതെയും വന്നിട്ടില്ല. ഇതിപ്പോൾ ഞാൻ 3 ട്രിപ്പായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ഭാഗം വന്നിട്ടുണ്ട്. അത് മറിച്ചിട്ട് കൊടുക്കാം. ഉള്ളു നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടാണിത്. കട്ട്ലേറ്റിൻ്റെ അതേപോലെ തന്നെ കഴിക്കാൻ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഞാൻ കോരി മാറ്റിയാണ്. ആദ്യം കോരി മാറ്റിയത് ഞാൻ പ്ലേറ്റിൽ ഇട്ടിട്ടില്ലായിരുന്നു. അത് പ്ലേറ്റിൽ കിട്ടിയതിൻ്റെ ശേഷമാണ് ഇത് കോരി മാറ്റുന്നത്. ഇനി ഇത് കൂടെ ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ. ഇതിപ്പോൾ മൊത്തത്തിൽ ഒരു പ്ലേറ്റ് നിറയെ ഉണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അതൊക്കെ ഫുള്ളായി കഴിഞ്ഞതിന് ശേഷം എത്രക്കുണ്ട്. ഇത് ഉള്ളു നല്ല സോഫ്റ്റുമാണ്, പുറം നല്ല ക്രിസ്പിയാണ്. കഴിക്കാനും തന്നെ സൂപ്പറാണ്. നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. ഞാൻ കുറേ പ്രാവശ്യം സൂപ്പറാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ ഉള്ളൂ ഇതിൻ്റെ സൂപ്പറാണ് എന്നുള്ളത് അറിയാം. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്.